എന്നെ സ്നേഹിക്കുന്നവന് മാത്രമേ വചനം പാലിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വചനത്തിലൂടെ ഇന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ് സ്നേഹമുള്ളവരെ. നോക്കിയേ, ഈ സ്നേഹത്തിൻ്റെ തലത്തിലുള്ളവർക്ക് മാത്രമേ പരസ്പരം ബഹുമാനിക്കാനും അനുസരിക്കാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും ഇന്ന് ഒരുപാട് പേര് വാശി പിടിക്കുന്നുണ്ട്. അധികാരത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്ന് അടിമപ്പെടുത്തുന്ന ഒരു സ്വഭാവം ഇന്ന് പലയിടത്തും ഊരിത്തിരിയുന്നുണ്ട് അല്ലേ. അധികാരം അടിച്ചേൽപ്പിക്കാനോ അധികാരത്തിൻ്റെ കീഴിലേക്ക് അടിച്ചമർത്താനോ ഉള്ളതല്ല, സ്നേഹത്തിൻ്റെ തലത്തിൽ നിന്നും ഉയരേണ്ട ഒന്നാണ് ഈ അനുസരണം. ഈ കുടുംബജീവിതത്തിലൊക്കെ പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് ഒരു പെട്ടെന്നുള്ള സാഹചര്യങ്ങളിലൊക്കെ വലിയ വഴക്കുകളിലേക്കും വലിയ ബന്ധം വേർപിരിയലിലേക്കൊക്കെ പോകാനുള്ള കാരണം ഇത് തന്നെയാണ്. സ്നേഹമില്ലാത്തടത്തൊക്കെ അനുസരണം ഉണ്ടാവില്ല. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്, സ്നേഹം എവിടെയുണ്ടോ അവിടെ ത്രിത്വം ഉണ്ടെന്ന്. നോക്കിയ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ പരസ്പരം കടപ്പാടുകളും പരസ്പരം അനുസരണമൊക്കെ ഉണ്ടാവും. പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കാനും സാധിക്കും. പലപ്പോഴും ഇന്ന് നമ്മുടെ കഴിവുകളിലേക്ക് ചുരുങ്ങിപ്പോകുമ്പോൾ, നമ്മുടെ കഴിവുകളിൽ തന്നെ നമ്മൾ ആശ്രയിക്കുമ്പോഴാണ് ഈ കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകളും, കുടുംബജീവിതം മാത്രമല്ല സമൂഹത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും ഈ അസ്വസ്ഥതകൾ നിലനിൽക്കാൻ കാരണം. എൻ്റെ അധികാരത്തിൻ്റെ കീഴിലേക്ക് എല്ലാവരെയും ചവിട്ടിത്താഴ്ത്താനുള്ളൊരു പരിശ്രമം ഇന്ന് ഈ കാലഘട്ടത്തിലൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈശോ പറയുന്ന ഈ വചനം നമ്മുടെ ഹൃദയത്തിലൊന്ന് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എന്നെ സ്നേഹിക്കുന്നവർ മാത്രമേ എൻ്റെ വചനം പാലിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. നോക്കിയേ, വചനം കേൾക്കുക മാത്രമാകാതെ വചനം പാലിക്കാനായിട്ട് ഈശോയിനെ സ്നേഹിക്കേണ്ട ഒരു സമയമാണ്. ഈ സ്നേഹത്തിൻ്റെ തലമെന്ന് പറയുന്നത് ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണ്. ഈശോ തൻ്റെ സ്നേഹം വിശുദ്ധ കുർബാനയിലൂടെ ഇന്നും നമ്മിലേക്ക് പകർന്നു നൽകുന്നുണ്ട്. നമുക്ക് ആ ഈശോയെ ഈ ഓരോ ദിവസങ്ങളിലും കൂടുതലായിട്ട് സ്നേഹിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? അങ്ങനെ സ്നേഹിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരു പുതുമയുണ്ടാവുകയുള്ളൂ, ഒരു വലിയ കൃപയുണ്ടാവുകയുള്ളൂ. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.